ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ദ്വാരപാലക ശില്പപാളികളിലെയും ശ്രീകോവിലിന്റെ വാതിൽപ്പിടിയിലെയും സ്വർണം കവർന്നതിനാണ് കേസ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. 2019 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ ആകെ 10 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. അതായത് ഏറ്റവും നിർണായകമായ അറസ്റ്റുകളിലേക്കടക്കം അന്വേഷണ സംഘം കടക്കുന്നു എന്നതാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. നോക്കാം അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണെന്ന്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ഏറ്റവും നിർണായകമായ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്ന് വേണം കരുതാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ഈ സ്വർണ്ണ കവർച്ചക്കാരെ അറസ്റ്റ് ചെയ്യുക എന്ന ദൗത്യമാണ് ഇനി അടുത്തത്. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണോ അന്വേഷണ സംഘം? മനു, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണ്ണ പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട് അത് ശബരിമലയിൽ അത് സ്വർണവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച നിരവധി പേർ, 10ഓളം പേരാണ് ഈ പ്രതിപട്ടികയിൽ ഇപ്പോൾ ഉള്ളത്. ഇവർക്കെതിരെ വളരെ കൃത്യമായ നിലയിലുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം SIT പ്രത്യേകമായി കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ ഭാഗമായി ഇവർക്കെതിരെ, അതായത് ഒന്നാം പ്രതി നിലവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് അവിടെ നടത്തിയിട്ടുള്ളത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അത് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതികളെയെല്ലാം തന്നെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസിൽ 10 പ്രതികളാണ് നിലവിലുള്ളത്. ഇതിൽ വഞ്ചന, ഗൂഢാലോചന, തട്ടിപ്പ് ഉൾപ്പെടെയുള്ള, അതായത് അഴിമതി നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് ഈ കേസ് നിലവിലിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ മറ്റ് നാൾവഴികളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതാണ്. 2019 ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 2019 ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിരുന്ന ആളുകളും അതുപോലെ തന്നെ ജീവനക്കാരായിരുന്ന ആളുകൾക്കുമെല്ലാം ഇതിൽ പങ്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ സ്വർണ്ണ തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്, ഈ രേഖകളിലടക്കം കൃത്രിമം ഉണ്ടാക്കി സഹായം ചെയ്തു കൊടുത്തത് 2019 ദേവസ്വം ബോർഡിൽ ജീവനക്കാരായിരുന്ന ആളുകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായിരുന്ന ആളുകളും ആണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വളരെ കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ആ കാലത്ത് ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവുകളുടെ പകർപ്പ് ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ശേഖരിച്ചിട്ടുണ്ട്. അതിലൊക്കെ കൃത്രിമം നടത്തിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും ജീവനക്കാർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന്റെ ഭാഗമായാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. അറസ്റ്റ് ചെയ്ത് വിശദമായ ചോദ്യം ചെയ്യലിലായിരിക്കും മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ഈ കേസുമായി കടക്കുന്നത് എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിലാണോ ഇപ്പോൾ ഈ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകുന്നത്? മനു, തീർച്ചയായും ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസമാണ് DGP ആസ്ഥാനത്തെത്തി ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതി പ്രത്യേകമായി ഈ വിഷയം സ്വമേധയാ ഈ വിഷയത്തിൽ ഒരു നടപടി ഹൈക്കോടതി സ്വീകരിക്കുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതുൾപ്പെടെ ഹൈക്കോടതിയാണ്. അതിന്റെ ഭാഗമായി തന്നെ അന്വേഷണം നടക്കുകയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഇതിന്റെ മറ്റ് കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി അമിക്കസ് ക്യൂറി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ സന്ദർശനം നടത്തിയിരുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത്. ഏതായാലും ഹൈക്കോടതി നേരത്തെ തന്നെ ഇടപെട്ട ഒരു വിഷയമാണ്. അതിന് പിന്നാലെ ദേവസ്വം ബോർഡും ഇത് സംബന്ധിച്ച പരാതി DGPക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. DGP ആ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. അതിനു മുൻപ് തന്നെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷമാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ആ നിലയിലുള്ള വലിയ ഒരു അന്വേഷണം തന്നെ, വളരെ കൃത്യമായ ഒരു അന്വേഷണം തന്നെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇനിയിപ്പോൾ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു കമലേഷ്. കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്.